യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ബെനിഫിഷ്യറി അക്കൗണ്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിൽ വളരെ ഈസിയായി കാണിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരാളുടെ മൊബൈൽ നമ്പർ ബെനിഫിഷ്യറി അക്കൗണ്ടായിട്ട് ആഡ് ചെയ്യുന്നത്, അതായത് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ഓപ്ഷൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് യോനോ സംബന്ധമായിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾ ദയവായി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനുള്ള മറുപടി കഴിവതും തരുന്നതായിരിക്കും. നേരെ വീഡിയോ കാണാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള യോനോ എസ് ബി ഐ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ രണ്ട് രീതിയിൽ ലോഗിൻ ചെയ്യാം. ഞാനിവിടെ MPIN ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസോടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇവിടെ യോനോ പേ എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു അതർ ബാങ്ക് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ ആദ്യം തന്നെ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബാങ്കിൽ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ കാണില്ല, ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും. ആദ്യമായി ഒരു അക്കൗണ്ട് നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ യോനോ എസ് ബി ആപ്ലിക്കേഷൻ ആഡ് ചെയ്യുന്നതിന് പേ എ ന്യൂ ബെനിഫിഷ്യറി, ഏറ്റവും താഴെ കാണുന്ന പേ എ ന്യൂ ബെനിഫിഷ്യറി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ 1 ലക്ഷം വരെ പരിധി അയക്കാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ കാണുന്ന ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്രൊഫൈൽ പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇൻ്റർനെറ്റ് പ്രൊഫൈൽ ബാങ്കിങ് പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ദയവായി ക്ലിക്ക് ചെയ്ത് കാണുക. അല്ല എങ്കിൽ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഫർഗോട്ട് പ്രൊഫൈൽ പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഞാനിവിടെ എനിക്കറിയാവുന്നത് കൊണ്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷനായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു മെസ്സേജ് വരും, നിങ്ങളുടെ പ്രൊഫൈൽ പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് ഒരു അലർട്ട് വരുന്നതായിരിക്കും. നമുക്കിവിടെ 2 ഓപ്ഷൻ ഇവിടെ കാണാം, അക്കൗണ്ട് നമ്പർ, മൊബൈൽ നമ്പർ. നമുക്ക് 2 രീതിയിൽ നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാം, മൊബൈൽ നമ്പർ ഉപയോഗിച്ചും അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചും. ആദ്യമേ ഞാൻ കാണിക്കുന്നത് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. അതിനായി നമുക്കാദ്യം അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഫോട്ടോ, നെയിം, അക്കൗണ്ട് നമ്പർ, അതായത് ആരുടെ അക്കൗണ്ടാണോ നമ്മുടെ ബാങ്കുമായിട്ട് ആഡ് ചെയ്യേണ്ടത്, പൈസ അയക്കുവാൻ വേണ്ടി ബെനിഫിഷ്യറി ആഡ് ചെയ്യേണ്ടത്, അയാളുടെ പേര് നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ പേര്, അക്കൗണ്ട് നമ്പർ, എൻ്റർ അക്കൗണ്ട് നമ്പർ, നമുക്ക് മാക്സിമം ലിമിറ്റ്. അതിനുശേഷം നമുക്കവരെ ഒരു പേരിട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരും അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം.
നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്കൗണ്ട് നമ്പർ രണ്ടും ഒരേ പോലെ ആയിരിക്കണം റീ എൻ്റർ ചെയ്യുന്നത്. അത് തെറ്റാണെങ്കിൽ ഇവിടെ അക്കൗണ്ട് ഡസ് നോട്ട് മാച്ച് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അതുകൊണ്ട് നമ്മൾ അക്കൗണ്ട് നമ്പർ തെറ്റാതെ വേണം 2 പ്രാവശ്യവും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിവിടെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കാം. അതായത് നമുക്ക് അയാൾക്ക് എത്ര മാക്സിമം അയക്കാം, നമുക്കിവിടെ 1 ലക്ഷം വരെ മാക്സിമം അയാൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ മാക്സിമം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 50,000 മതിയെങ്കിൽ 50,000 മതി ചെയ്യാം. ഇനി ഒരു നിക്ക് നെയിം സെലക്ട് ചെയ്യുക. അതായത് നമ്മുടെ ബെനിഫിഷ്യറി ആഡ് ചെയ്ത ആൾക്കാരുടെ പട്ടികയിൽ എന്ത് പേരിൽ കാണണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിവിടെ ബെനിഫിഷ്യറി നമ്പർ ആഡ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അക്കൗണ്ട് നമ്പർ ബെനിഫിഷ്യറി ആയിട്ട് ആഡായിട്ടുണ്ട്. 24 മണിക്കൂറിന് ശേഷം എല്ലാ ട്രാൻസാക്ഷൻ ഫീച്ചേഴ്സും ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് ആക്റ്റീവ് ആവും. അതുവരെ നമുക്ക് ചെറിയ എമൗണ്ടുകൾ മാത്രമേ അയക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ ഒരു ചെറിയ എമൗണ്ട് അയച്ച് കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് നോക്കാം. മാക്സിമം ലിമിറ്റ് കാണാൻ സാധിക്കും. 1 ലക്ഷം രൂപ. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് അയക്കുവാൻ 10,000 രൂപ മാത്രമേ കഴിയൂ. 1 ലക്ഷം രൂപ ഒറ്റ തവണ അയക്കണമെങ്കിൽ നമുക്ക് 4 മണിക്കൂറിനകത്ത് മാത്രമേ ട്രാൻസ്ഫർ ആവുകയുള്ളൂ. അതിവിടെ ഏറ്റവും താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഒരു എമൗണ്ട് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ മിനിമം ഒരു 10 രൂപ അടിക്കുന്നു. അതിനുശേഷം റിമാർക്സ് എന്നുള്ളിടത്ത് പ്രത്യേകിച്ച് ഒന്നും എഴുതേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്ത് പർപ്പസിനാണോ അങ്ങനെ ഒരു ഓപ്ഷൻ സ്വീകരിക്കാവുന്നതാണ്. അതിനുശേഷം പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും താഴെ വലത് സൈഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മിനിമം എമൗണ്ടിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. 10 രൂപയ്ക്ക് നമുക്കിവിടെ ഗിഫ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം, എമൗണ്ട് തുക കാണാം. അതിനുശേഷം ഏറ്റവും താഴെ കൺഫേം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1 ടൈം പാസ്വേഡ് നമുക്കിവിടെ വരും. അത് അതേപടി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ. ഓക്കെ. ഒരു മെസ്സേജും വരുന്നതായിരിക്കും. ആഡ് ചെയ്ത ബെനിഫിഷ്യറി നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ ആദ്യമായിട്ടാണ് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്ത ആൾക്കാരുടെ എല്ലാം പേരവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി SBI അല്ല, മറ്റൊരു ബാങ്കാണ്, അതായത് അതർ ബാങ്കാണ് നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ അതർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മുടെ പേരടിച്ചു കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക. വീണ്ടും അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം IFSC നമ്പർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. മലയാള ബാങ്കോ ഫെഡറൽ ബാങ്കോ ആണെങ്കിൽ IFSC നമ്പർ അടിക്കണം. അത് അയക്കേണ്ട ആളുടെ പാസ്ബുക്കിൽ IFSC നമ്പർ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഈ അക്കൗണ്ട് നമ്പർ ഇതെല്ലാം കറക്റ്റായിട്ട് അടിച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് IFSC നമ്പർ കിട്ടും. അതിനുശേഷം നമുക്ക് ലിമിറ്റേഷൻ വെച്ച് കൊടുക്കാം.
അതിനുശേഷം നമുക്കൊരു നമ്പർ നിക് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു ബാങ്കിലേക്കാണ്, അതായത് ഫെഡറൽ ബാങ്കോ HDFC ICICI ബാങ്കുകളിലുള്ള ഒരു ബാങ്കിലേക്കാണ്. SBI അക്കൗണ്ട് നമ്പറല്ല. HDFCയോ ICICI പോലെയോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് ബാങ്കോ പോലെയുള്ള ഒരു ബാങ്കിൻ്റെ ലേക്കാണ് നമുക്ക് പൈസ അയക്കേണ്ടതെങ്കിൽ അവരുടെ പാസ്ബുക്കിലുണ്ടോ IFSC കോഡ് അതുകൂടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ആഡാവുന്നതായിരിക്കില്ല. പക്ഷേ SBI ബാങ്കിലാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുകയില്ല. ഇങ്ങനെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. പേ എ ന്യൂ ബെനിഫിഷ്യറി. ഇങ്ങനെ ഒരു ഓപ്ഷൻ വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്യാം. വീണ്ടും നമ്മുടെ ഇൻ്റർനെറ്റ് പ്രൊഫൈൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നത് നോക്കാം. മൊബൈൽ നമ്പർ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന MMID, ഈ MMID എന്ന് പറയുന്നത് മൊബൈൽ മണി ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ID ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾ യോനോ SBI ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ MMID നമുക്ക് വാങ്ങാവുന്നതാണ്. MMID സ്വന്തമായിട്ട് നമ്മുടെ ഒരു MMID കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരാളുടെ MMID കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കണ്ടുപിടിക്കുന്നതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനുശേഷം ഈ MMID എന്ന് പറയുന്നത് ഒരു 7 അക്ക നമ്പറായിരിക്കും. അതിനുശേഷം നമുക്ക് അയക്കുന്ന ആളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ട്രാൻസാക്ഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യാം. അതവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 50,000 വച്ചു. അതിനുശേഷം നമുക്കവിടെ ഒരു നിക് നെയിം കൊടുക്കാം. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബെനിഫിഷ്യറി ആഡ് ആവുന്നതായിരിക്കും. ഞാൻ നേരത്തെ കാണിച്ച അതേ മെത്തേഡ് തന്നെ ആയിരിക്കും. അതിനുശേഷം നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇനി ഒരിക്കൽ പോലും നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യേണ്ടി വരില്ല. ഇവർക്ക് ഞാൻ ആദ്യ അയച്ച ആളിനും രണ്ടാമത്തെ ആളിനും പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറികളുടെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമുക്കിനി വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിലീറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ യോനോ SBI വഴി ബെനിഫിഷ്യറിയായി ആഡ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും വളരെ ഈസിയായി പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ചാനലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ പോയി വിശദാംശങ്ങൾ അറിയാവുന്നതാണ്.